1 ഗ്ലാസ് അരിയാണ് ഈ ബിരിയാണി കഞ്ഞിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. സോന മസൂരിയുടെ അരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് 1/4 കപ്പ് മൂങ് ദാൽ, ഉലുവ കുറച്ച്, ഒരു പിഞ്ച്. ഇത് ഇത്രയും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുത്തതിനെ ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. ഒരു 1/2 മണിക്കൂർ നമുക്കിതിനെ സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം നമുക്കിതിനെ കഴുകിയെടുത്തിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അതിരുന്ന് സോക്കാകുമ്പോഴത്തേക്കും നമ്മളുടെ ബേസിക് ഇൻഗ്രീഡിയൻസ് നമുക്ക് റെഡിയാക്കി വെക്കാം. ഒരു തക്കാളി, ഒരു ഉള്ളി, അതേപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, ഇത്രയും മാത്രം നമുക്ക് മതി. ഇനി നമുക്ക് ഒരു കുക്കർ ചൂടാക്കണം. അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായ ശേഷം നമ്മുടെ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. സ്പൈസസ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്പൈസസ് എടുത്ത് മാറ്റാം, ആ ഫ്ലേവർ ഈ എണ്ണയിലേക്ക് ഇറങ്ങിയതിന് ശേഷം. ഇല്ല അതിൽ കിടക്കണമെങ്കിൽ അങ്ങനെ വേണോ ചെയ്യാം, കുഴപ്പമില്ല. അതിന് ശേഷം ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഉള്ളിയുടെ കൂടെ തന്നെ ലേശം ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഒരു തക്കാളിയെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചതിനെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിയില, നിങ്ങൾക്ക് പുതിനയില ഉണ്ടെങ്കിൽ അതും ചേർത്തോളൂ കേട്ടോ. എൻ്റെ കയ്യിൽ പുതിനയില ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ മല്ലിയില മാത്രമാണ് ചേർത്ത് കൊടുത്തത്. അതിനെയൊക്കെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മളുടെ മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ കുരുമുളക് പൊടി, ഇത്രയും കൂടെ ആഡ് ചെയ്ത് അതിനൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച മിക്സ്, ചോറ്, ദാൽ, അതുപോലെ തന്നെ ഉലുവ, ഈ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം 2-3 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ കുക്കർ അടച്ചു വെച്ച് 4-5 വിസിൽ അടുപ്പിക്കുമ്പോഴത്തേക്കും നമ്മളുടെ ബിരിയാണി കഞ്ഞി ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. നല്ല മഷിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് 1 കപ്പ് തേങ്ങാപ്പാൽ റെഡിയാക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് തേങ്ങാപ്പാൽ പൊടിയാണ് എടുത്തിട്ടുള്ളത്, ബാക്കി വെള്ളം. അപ്പം അത്യാവശ്യം നല്ല തിക്കായിട്ട് തേങ്ങാപ്പാലിനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ലാസ്റ്റ് അത് ഇളക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുക എത്രത്തോളം കൺസിസ്റ്റൻസി കുറച്ചും കൂടെ റണ്ണിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലേശം കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഇഫ്താർ സ്പെഷ്യലായ ബിരിയാണി കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇത് 1 ബൗളല്ല 2 ബൗളും നമ്മൾ കുടിക്കും, അത്ര ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു അടിപൊളി എപ്പിസോഡിൽ വീണ്ടും ഒരു അടിപൊളി ഇഫ്താർ റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.